Hi, good morning. Today 6:57 രാവിലെ ജൂലൈ 27 എല്ലാവർക്കും സുഖമാണോ? വിശേഷം? മഴയുണ്ടോ? സൺഡേ ആയിട്ട് എന്താ പരിപാടി? സ്കൂളുണ്ട്, മദ്രസ ഇല്ലായിരുന്നു. ഇവിടെ CBSE സ്കൂളിൻ്റെ മദ്രസ ആയതുകൊണ്ട് മദ്രസ സൺഡേ ആണ് ലീവ്. എല്ലാവർക്കും ഫ്രൈഡേ അല്ലേ ലീവ്. അങ്ങനെ അത് കുറേ ആൾ ചോദിച്ചു വെള്ളിയാഴ്ച മദ്രസ പോകുന്നു. അത് സൺഡേ മദ്രസ ലീവ്. പിന്നെ വിശേഷം? ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ? ഡിപ്രഷനുള്ള ആൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഡിപ്രഷനും ഓട്ടിസം ഇങ്ങനെ കുറച്ചിട്ട് എന്തെങ്കിലും അറിയുന്ന ആൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെ മെസ്സേജ് കുറേ അയക്കുന്നു. കാണാൻ വന്നോട്ടെ, എന്തിപ്പോൾ കാണാനുള്ള കുറേ ആൾക്കാർ കാസർഗോഡ് വന്നാൽ കാണാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് കുറേ ആൾ മെസ്സേജ് അയക്കും. എന്തിനാ എന്നെ കാണുന്നത്? ഡിപ്രഷൻ അറിയാണ്ട് കണ്ടുപിടിച്ചോ, പ്രശ്നമില്ല. ഓട്ടിസോ ഡിപ്രഷനെ കുറിച്ചിട്ട് അറിയാണ്ടെങ്കിൽ വിളിക്കും. ഇങ്ങനെ വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. കാണാൻ വന്നോട്ടെ എന്നിട്ട് കുറേ ആൾ മെസ്സേജ് അയക്കുന്നു. കാസർഗോഡ് വന്നാൽ കാണാൻ പറ്റില്ല. എനിക്കിപ്പോൾ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. മോന് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് മോനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് ഇപ്പോൾ അവിടെ ടിഫിനെല്ലാം ഒഴിവാക്കി. അപ്പോൾ എനിക്ക് വിശക്കുന്നു. അവിടുത്തെ ഫുഡ് അവൻ കഴിക്കുന്നില്ല. ഓട്ടിസമുള്ള കുട്ടികളുടെ സ്വഭാവം അറിയാമല്ലോ. അവർക്ക് വേണ്ട മുള്ള കുത്തിട്ടോ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ മാത്രമേ അവർ കഴിക്കൂ. അവിടുത്തെ കഞ്ഞി കറി അങ്ങനത്തൊന്നും കഴിക്കുന്നില്ല. ഇത്ര സമയം ടിഫിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവർക്ക് വിശക്കുന്നുണ്ടായിട്ട്. ഇപ്പോൾ വിശക്കുന്നതുകൊണ്ട് കുട്ടികളെല്ലാം ഇങ്ങനെ അവിടെ കുറച്ച് ദേഷ്യം വരുന്നു എനിക്ക്. പിന്നെ അവനെ അപ്പോൾ ഓടിയിട്ട് വീണിട്ട് ടീച്ചർ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് പ്രൈവറ്റിൽ ചേർക്കണമെന്നുണ്ട്. അവൻ പോകുന്ന മദ്രസയിലുള്ള സ്കൂളില്ലേ, CBSE സ്കൂൾ, ആ സ്കൂളിൽ തന്നെ ചേർക്കാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് ജോയിനായി. വർക്ക് ഫ്രം ഹോം ജോബ്. CBSE സ്കൂളിൽ നല്ല ഫീസല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്കിന് ജോയിനായി. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കില്ലേ അത്. കുഞ്ഞുള്ളതുകൊണ്ട് മക്കളെ നോക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വർക്കിനൊന്നും പോകുന്നുണ്ടായില്ല. ചെറിയ കുഞ്ഞുണ്ട്, മോനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കിന് പോകാനുള്ള സാഹചര്യം ഇല്ല. ഇപ്പോൾ അവരെ നോക്കണമല്ലോ. അവരെ നോക്കാണ്ട് ആളുടെ പ്രശ്നമില്ല. ആരുമില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഈ കാലത്ത് എന്താവും എന്ന് പറയാൻ പറ്റില്ല. അപ്പുറം വീട്ടിൽ എവിടെയാണ് നിർത്താം. പക്ഷേ ഈ കാലമാണ് റേപ്പും അതും ഇത്. നമ്മളെ കുട്ടികൾ നമ്മളെ നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയും നമുക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല ഈ കാലത്ത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്തു, ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് CBSE സ്കൂളിലേക്ക് മാറ്റണമെങ്കിൽ ഫീസിൻ്റെ പ്രശ്നം വരുന്നില്ലേ. ഫീസ് കൊടുക്കണം. ഗവൺമെൻറ് ആയതുകൊണ്ട് ഫീസില്ല അവിടെ. പക്ഷേ അപ്പോൾ ഞാൻ ഒരു പീരീഡ് മാത്രമാണ് അവിടെ ഇരുത്തുന്നത്. എന്നിട്ട് ഞാൻ തെറാപ്പി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി തെറാപ്പി കൂട്ടിയിട്ട് വരുന്നു. ഇരുത്തുന്നില്ല. ഓന് പിന്നെ നമ്മൾ വിഷം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വിശക്കുമ്പോൾ അവന് എന്തായാലും ദ്രോഹിക്കും കുട്ടികളെ. ഈ ടിഫിൻ ഒഴിവാക്കി വലിയ പ്രശ്നമായി. അങ്ങനെ അതുകൊണ്ട് ഞാൻ വർക്കിന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സാലറി കൊണ്ട് അവനെ CBSE സ്കൂളിൽ പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ പിന്നെ വിശേഷം? അപ്പോൾ എല്ലാവരും ലൈഫ് പാർട്ട്ണറിനെല്ലാം ചൂസ് ചെയ്യുമ്പോൾ ലവ് ആക്കുമ്പോൾ കണ്ണു മൂക്കില്ല എന്ന് പറയും. നമുക്കറിയില്ല. ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പോൾ ഒരാളെ പറയുമ്പോൾ അവരെ കല്യാണം കഴിക്കും, മനസ്സിലാക്കാതെല്ലാം. അപ്പോൾ നമ്മളെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. ലൈഫ് പാർട്ട്ണർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ആലോചിക്കുക, മനസ്സിലാക്കുക.
എന്നിട്ട് ഒരു ലൈഫിലേക്ക് നമ്മൾ പോവാം. നമ്മൾ വൈഫ് ആൻഡ് ഹസ്ബൻഡുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്ന കുട്ടികളെയാണ്. അത് മെൻ്റൽ ഹെൽത്ത്. പിന്നെ അവർ വരുന്ന മദർ വർക്കിംഗ് ആവും, കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം വരുന്നത് എന്താണ്, നമ്മൾ ഒരാൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരെ മനസ്സിലാക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, ഡൈവോഴ്സ് വരുന്നു, സെപ്പറേഷൻ വരുന്നു. ഇതെല്ലാം കുട്ടികളെ ബാധിക്കും. ലോൺലിനെസ്, അവർക്ക് ചെറുതിലിരിക്കുമ്പോഴുള്ള ട്രോമാസാണ് ഡിപ്രഷനിലേക്കെല്ലാം പോകുന്നത്. ചെറുതിലിരിക്കുന്ന ട്രോമ അത് ഭാവിയിൽ കുറേ 30 വർഷം കഴിയുമ്പോൾ അത് ഡിപ്രഷനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് ചൂസ് ചെയ്യാം. മക്കളെയും കുടുംബത്തെ എല്ലാം ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇങ്ങനെ കണ്ണില്ല മൂക്കില്ല കണ്ടാളെന്ന് ലവ് ആക്കുന്നത് ഒട്ടും ശരിയല്ല. നന്നായി ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം മാരേജ് ലൈഫിലേക്ക് പോവാം. പിന്നെ അത് മക്കളെ ലൈഫിനെ ബാധിക്കും, അതും ശ്രദ്ധിക്കുക. അതിനുള്ളൊരു പ്ലാനിങ് ഇടുന്നത് നല്ലതാണ്. മക്കളെ വളർത്തണമല്ലോ. മക്കളുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അവർക്ക് ചിലവുണ്ട്. അങ്ങനെ അത് മദറിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ലല്ലോ. അപ്പോൾ മദറിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ട്രഗിൾ വരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ചിന്തിക്കാം. അപ്പോൾ എന്താ പിന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, കള്ള്, കഞ്ചാവ് ഇതെല്ലാം മൊത്തത്തിൽ ഒഴിവാക്കുക. അതും ഭയങ്കരമായിട്ട് ഫാമിലിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പാൽ വാങ്ങാൻ രാവിലെ പോകുന്നത് കേട്ടോ, പാലില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ വർക്കിന് ജോയിൻ ആയി. എനിക്ക് എല്ലാ ദിവസവും വർക്കുണ്ട്, ലീവൊന്നുമില്ല. വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9:20 9:20 മുതൽ രാത്രി 7:30 വരെയാണ് എനിക്ക് വർക്ക്. 10 മണിക്കൂർ എനിക്ക് വർക്കുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് എനിക്ക് മെസ്സേജും കോളൊന്നും ചെയ്യരുതാരും. എന്നെ കാണാൻ പറ്റില്ല. ആദ്യം ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.